എല്ലാ വർഷങ്ങളിലെ പോലെയും ഇത്തവണയും മാനവസേവ ഓണത്തിനോടനുബന്ധിച്ചുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം നൽകി. ചടങ്ങിൽ ഇ ശശിധരൻ നായർ സ്വാഗതം ആശംസിക്കുകയും പൊയ്കമുക്ക് ഹരി അധ്യക്ഷനാവുകയും ചെയ്തു. മാനവസേവാ രക്ഷാധികാരി അഡ്വക്കേറ്റ് എസ് ലെനിൻ ഉദ്ഘാടന കർമ്മം നടത്തി. അസുഖബാധിതരായി കിടപ്പ് രോഗികളുള്ളവർക്കാണ് മാനവസേവ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തുന്നത്. ചടങ്ങിൽ മാനവസേവ കർമ്മശ്രേഷ്ഠ പുരസ്കാരം പൂജ ഗ്രൂപ്പ് ഓഫ് MD ശ്രീ ഇക്ബാലിന് നൽകുകയും മാനവസേവ മാധ്യമ പുരസ്കാരം അരുൺ സാഗറിന് നൽകുകയും ചെയ്തു. മാനവസേവ എക്സിക്യൂട്ടീവ് അംഗം സുഭാഷ് ബാബു നന്ദി അറിയിക്കുകയും ചെയ്തു. വലിയ ആഘോഷ പരിപാടി തിപ്പട്ടിയിൽ ആഡിറ്റോറിയത്തിൽ നടന്നിട്ട്, അപ്പം സാമ്പത്തികമായി ഞങ്ങൾക്ക് ശകലം ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യുന്ന കിടപ്പ് രോഗികൾക്കൊരു കൈത്താങ്ങ് എന്ന് പറയുന്ന ആ ഒരു ഓണക്കിറ്റിനെ ആശ്രയിച്ചിരിക്കുന്ന കുടുംബങ്ങൾ ഉള്ള ഒരു ദേശമാണ് ഈ ഭാഗം. അവിടെ പലരും ചോദിച്ചു, ഓണക്കിറ്റില്ലേ? ഞങ്ങളുടെ മാനവസേവയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടി തീരുമാനമെടുത്തു, ഇനി എത്ര കടമായാലും ഈ കിടപ്പ് രോഗികൾക്ക് നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നത് പോലെ തന്നെ ഈ വർഷവും ഓണക്കിറ്റ് കൊടുക്കണമെന്ന്. അതുകൊണ്ട് നമ്മൾ എത്ര ബാധ്യത വന്നാലും അവരുടെ ഒരു ഓണത്തിലേക്കുള്ള അരിയും പച്ചക്കറിയും മാനവസേവയുടെ പേരിൽ കൊടുക്കുന്ന ചടങ്ങാണ്. ഇവിടെ നമ്മൾ കിടപ്പ് രോഗികളെ അവർക്ക് ഒരു കൈത്താങ് അല്ലെങ്കിൽ ഒരു ചെറിയ സഹായം നൽകുന്നതാണ് ഈ ഓണം. അതിനപ്പുറം മറ്റൊരു ജീവകാരുണ്യ പ്രവർത്തനമില്ല. തീർച്ചയായിട്ടും ആ ഒരു മഹത്തായ ഫംഗ്ഷനിൽ ഇരിക്കുക എന്നുള്ളത് ആരും തന്നെ തരത്തിലൊരു കിടപ്പ് രോഗിയാകാൻ ഒരു ജീവിതകാലത്തിൽ ആഗ്രഹിക്കുന്നു. സംഭവിച്ചു പോകുന്നു. തീർച്ചയായിട്ടും അവരെ ശുശ്രൂഷിക്കുന്ന വീട്ടുകാർ ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിക്കുകയാണ്. അവരുടെ കഷ്ടപ്പാടുകളെ ഒരുപടി ചിലപ്പോൾ വിവരിച്ചാൽ നമുക്കത് പൂർണ്ണമാകില്ല. എല്ലാവർക്കും എൻ്റെ നന്ദി. കാരണം ഇതേപോലൊരു ആദരവ് ഞാനിവിടെ വന്ന ആളാണ്, ഒരു 8-9 വർഷത്തിന് മുമ്പ് ഇവിടെ വന്ന ആളാണ്. എനിക്ക് ഇങ്ങനൊരു അവാർഡ് തന്നതിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. ഈ ഓണത്തിൻ്റെ തിരക്കിനിടയിലും ഇങ്ങനെ ഒരു സദസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു അംഗീകാരം തന്നതിന് വലിയൊരു അംഗീകാരമായിട്ട് കാണുകയാണ്. ഇനിയും ഈ സംഘടന ഇതേപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ പ്രിയ സുഹൃത്ത് ഹരി പൊയ്കമുക്കിനും ബാക്കിയുള്ള എല്ലാവർക്കും ദീർഘായുസ്സ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ. വസുമതി അംബിക ഊളകുന്ന്